മണിക്കാണ് പോകണ്ടേ? എത്ര മണിക്ക് പോകണ്ടേ? എത്ര മണിക്ക് പോകണ്ടേ? 9 മണിക്ക് റിപ്പോർട്ട് ചെയ്യാൻ. 9 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. അതാണ് ഡേഞ്ചർ. അതൊരു ഡേഞ്ചറാണ് സാധനം. ഡേഞ്ചർ അല്ല, അതൊരു ഡിസ്റ്റർബൻസ് പോലെ. അപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങാം. ഞാൻ എന്തിനാണെന്നറിയാമോ ഇത്രയും സൈലൻ്റായി കേട്ട് ആദ്യത്തെ പോർഷൻ വെച്ചത്? നമ്മൾ രാവിലെയൊക്കെ എണീക്കുമ്പോൾ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. ഞാൻ അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ സൈലൻ്റാക്കി എടുത്തത്. അതങ്ങനെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് രാവിലെ നേരത്തെ എണീക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഹാബിറ്റാണ്. പക്ഷേ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ ജോലി ആയി കഴിഞ്ഞപ്പോഴത്തേന് ഷിഫ്റ്റ് ടൈമിങ് അങ്ങനെയൊക്കെ വന്നപ്പോൾ അതിലൊക്കെ കുറച്ച് വിള്ളലൊക്കെ ഉണ്ടായി. പക്ഷെ എന്നാലും എനിക്ക് മാക്സിമം എണ്ണിക്കാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഏറ്റവും നേരത്തെ എണ്ണിക്കും. ആ ദിവസങ്ങളെന്നൊക്കെ പറയുന്നത് എന്ത് പ്രൊഡക്റ്റീവാണെന്നറിയാമോ? ഭയങ്കര പീസ്ഫുള്ളുമാണ്. അലച്ച് തല്ലി അങ്ങനത്തെ ഒരു വെപ്രാളമൊന്നും എനിക്ക് വരത്തില്ല. എനിക്ക് വർക്ക് ഫ്രം ഹോം ആയത് കാരണം രാവിലെ ഇത്തിരി നേരത്തെ എണ്ണീറ്റ് എനിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ രാവിലെ എണ്ണീക്കുമ്പം ആ സമയത്ത് എല്ലാം ചെയ്ത് കഴിയും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വീട്ടിൽ ബ്രദറിലോ ഉള്ള കാരണം ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എനിക്കൊരു ഹെൽപ്പിന് അവൻ ഇതൊക്കെ ചെയ്തു തരും. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ തന്നെയാണ്, ഭയങ്കര സഹായമാണ്. പിന്നെ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിടാത്തൊരു മീൻകറിയാണ് മെയിനായിട്ട് അജണ്ട. പിന്നെ ഇഡ്ഡലി ഉണ്ട്, ചെറിയൊരു ഉള്ളി സാമ്പാറുണ്ട്, പിന്നെ ഒരു ഇലക്കറി, അതായത് ഇലത്തോരനാണ് കേട്ടോ, അതായത് ചീരത്തോരനാണ്. അപ്പം ഇതെല്ലാം ഇന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 8:30-9 മണിക്കുള്ളിൽ ഇതെല്ലാം ഒന്ന് സെറ്റാവും. വലിയ പാടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. ഞാൻ വലിയ പാചകക്കാരിയോ അങ്ങനെയൊന്നുമല്ല. അതായത് എൻ്റെ ഒരു 28 വയസ്സ് വരെ അമ്മ തന്നെയാണ് എല്ലാം ചെയ്തത്. അതായത് രാവിലെ ചായ ഇട്ട് തരുന്നത് മുതൽ പിന്നെ രാവിലത്തെ ടിഫിന്, പിന്നെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം, വൈകുന്നേരത്തെ ഭക്ഷണം, ഇതിലൊന്നും നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ചെറിയ ഹെൽപ്പ് എന്നല്ലാണ്ട് അമ്മയാണ് എല്ലാം ചെയ്തു തരുന്നത്. പിന്നെ അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ തോന്നും. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് ചെയ്യണം അങ്ങനെയൊക്കെയുള്ളൊരു തോട്ടായിരുന്നു കേട്ടോ. പക്ഷേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഫ്ലോപ്പായി പോയിട്ടുണ്ട്. ഇപ്പം പിന്നെ സ്വന്തമായിട്ട് കല്യാണം കഴിഞ്ഞ് നമുക്കൊരു അടുക്കളയെ കിട്ടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും. ചിലത് വൻ ഫ്ലോപ്പായിരിക്കും, ചിലത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ കിട്ടും. സോ ഹാപ്പിനെസ് തന്നെയാണ്. അപ്പോൾ എനിക്കിഷ്ടം, കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരാൾ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നീ ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞ് തരുമ്പോൾ അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ഇതാണ് നീ ചെയ്യേണ്ട നിൻ്റെ ജോലിയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു കാര്യത്തിലോട് വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എഗ്ഗും ഉണ്ട്. എഗ്ഗ് ബോയിൽ ചെയ്തത്, പുഴുങ്ങിയ മുട്ടയുണ്ട്. അപ്പം അത്യാവശ്യം രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അറ്റ്ലീസ്റ്റ് ഒരു മുട്ട കഴിക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. ചോറ് ഓൾറെഡി ഇന്നലെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അത് ഒന്ന് ചൂടാക്കി എടുക്കും, അത്ര തന്നെ ഉള്ളൂ. പിന്നെ അവന് പോകാറായി, അവന് അവിടെ ജോലി റെഡി ആയിട്ടുണ്ട്. അപ്പം അത് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവന് പോകാൻ വേണ്ടിയിട്ടുള്ള ടിഫിൻ്റെ നേരത്തേക്ക് റെഡിയായി. എനിക്കൊരു 8:30-ക്കുള്ളിൽ എല്ലാം റെഡിയാവും കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങി ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഭയങ്കര സൈലൻ്റായിട്ട് റെഡിയായാൽ മതിയല്ലോ. ഇനിയും തന്നെ ഇപ്പോൾ കഴിക്കാനായി. ഇനി എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ട് റേഡിയോ കേൾക്കണം. ഞാൻ ഇതെടുത്ത് വെച്ചിട്ട് ഒന്ന് കുളിച്ച് റെഡിയാക്കി വരുമ്പോഴത്തേനും പാട്ടും ഒക്കെ കേട്ടിട്ട്, അതായത് എൻ്റെ ഇഷ്ടപ്പെട്ട പ്രോഗ്രാമായ റേഡിയോ പ്രോഗ്രാമൊക്കെ കേട്ടിട്ട് അവരുടെ ഒരു കോൺവെർസേഷനൊക്കെ കേട്ടിട്ട് ഞാൻ ആ പ്രോഗ്രാമിൻ്റെ പേര് പറയാം, ഹലോ VPS ലെക്ചർ. അപ്പം അതൊക്കെ കേട്ട് സുഖമായിട്ട് ഇങ്ങനെ എന്നിട്ട് ആസ്വദിച്ച് കഴിച്ചിട്ടൊക്കെ ഇരിക്കാം. അപ്പം നമുക്ക് റേഡിയോ പ്രോഗ്രാം കേട്ടാലോ. അപ്പൊ ഈ ഭാര്യ പറയാം, അതാ കള്ളം മരിച്ചുപോയി എന്ന് പറയും. അപ്പൊ ഇയാള് നോക്കുകയാണ് ഇവന് ജീവനുണ്ടോ എന്നുള്ളത്. അപ്പൊ ഈ പയ്യനെ വെച്ചിരിക്കുന്നത് വെപ്പ് മീശയായിരുന്നു. അപ്പൊ ഇവന്റെ വെപ്പ് മീശ ഇവന്റെ മൂക്കിൽ തട്ടി. അപ്പൊ അവനാ മരിച്ചു വീണ കളയാച്ചി. ഞങ്ങള് അഭിനയിച്ച അവസാനത്തെ നാടകത്തിന്റെ പേര് വർണ്ണച്ചിറകുള്ള മോഹം എന്നുള്ള നാടകമായിരുന്നു. അതിൽ ഞാൻ തമ്പുരാനായി. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞാലും എനിക്ക് പിന്നെ ഉണ്ടാവും ഒരു 1.5 മണിക്കൂറോളം അടുത്തുണ്ടാവും. 11:30-ക്ക് ഷിഫ്റ്റിന് കയറിയാൽ മതി. വർക്ക് ഫ്രം ഹോമും കൂടെ ആണല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ലഞ്ചായി. ഏകദേശം ഈവനിങ് ഒക്കെ എടുക്കാറായപ്പോഴത്തേനും ഭയങ്കരമായിട്ട്
മഴക്കാറ് കയറിക്കൊണ്ടു. മഴക്കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ മഴക്കാറ്, നല്ല കാറ്റുണ്ടായിരുന്നു. എന്തോ ഒരു എന്താ പറയുക മഴയുടെയൊക്കെ മണമെന്നൊക്കെ പറഞ്ഞു വന്നില്ല. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഭയങ്കര മഴയെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ മുകളിൽ പോയി കയറി ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറുക. അപ്പോൾ നല്ല മഴ. താഴെ നോക്കിയപ്പോൾ ഇങ്ങനെ കവറിൽ കെട്ടിയിട്ട് 20 രൂപ 30 രൂപ പച്ചക്കറി കൊണ്ടുവന്നുകൊണ്ട് പിന്നെ അത് പോയി വാങ്ങിച്ചു. പിന്നെ വീണ്ടും കേക്കിൻ്റെ വൈകുന്നേരം ചായയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബ്രെഡും ഉണ്ടാക്കി. കേക്കല്ല സോറി, ബ്രെഡും ഉണ്ടാക്കി. സൈഡ് ഇങ്ങനെ നിന്നിട്ട് കരിഞ്ഞു പോയി. ഓവനൊന്നും അല്ല, നോർമൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി പാലും ബ്രെഡും എടുത്ത് കഴിച്ചു. ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. സൈഡ് ഇത്തിരി കരിഞ്ഞു വന്നേ ഉണ്ടതേ ഉള്ളൂ. അത് ഞാൻ ഒരുപാട് നേരം വെച്ചിട്ട് ഓഫ് ചെയ്യുന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. പിന്നെ ഈവനിങ് ആയപ്പോൾ എനിക്ക് നല്ല വർക്ക് ഉണ്ടായിരുന്നു. അപ്പം ബ്രദർ പറഞ്ഞു അവൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട്, ഇത് അവൻ്റെ ഒരു മാസ്റ്റർ പീസാണ് കേട്ടോ. സോയാബീനിൻ്റെ ഒരു സോയ ചങ്ക്സിൻ്റെ കറിയാണ്, ബീനല്ല സോയ ചങ്ക്സ് കറിയാണ്. ഇതും പറയാൻ ഇരിക്കാൻ വയ്യ, അടിപൊളി. ഞാൻ ഇവനെ കൊണ്ട് അടുപ്പിച്ചൊരു 3-4 തവണയെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. ഇടിയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റ് സാധനമാണ്. ഇത് പിന്നിങ്ങനെ വഴറ്റി നിൽക്കുന്ന സമയത്ത് ഞാൻ പോയി എടുത്തൊരു വീഡിയോ ആണ്. അവൻ പറഞ്ഞു ചേച്ചി പോയി വർക്ക് ചെയ്തോ, ഞാൻ എന്തായാലും ഉണ്ടാക്കാം. കാണുന്നതൊക്കെയല്ല, അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് വായനിങ്ങനെ വെള്ളം ഊർന്നു. ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ടേ നല്ല ടേസ്റ്റാണ്. അപ്പം അവൻ നന്നായിട്ടുണ്ടാക്കി. അവൻ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി നന്നായിട്ട് വഴറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെയാണ് ആ ടേസ്റ്റ് എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങളതേ വൈകുന്നേരം ചപ്പാത്തിയെ കഴിച്ചു. കുറച്ച് നേരമൊക്കെ സംസാരിച്ച്. ഞാൻ തന്നെ നേരത്തെ കിടക്കും, നാളെ രാവിലെ എണീക്കണ്ടേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ, ടേക്ക് കെയർ. ഏതെങ്കിലും തരത്തിൽ ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.